കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്നും മടങ്ങിയതിന്റെ ഒരു വർഷം പൂർത്തിയാവുകയാണിന്ന്. 2025 മാർച്ച് 23-നാണ് 38 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം പാപ്പയെന്ന വത്തിക്കാനിലേക്ക് മടങ്ങിയത്. ഇന്ന് 2026 മാർച്ച് 23-ന് ആ ദിനം അനുസ്മരിക്കപ്പെടുമ്പോൾ റോമിലെ ജെമിലി ആശുപത്രിയുടെ മുമ്പിൽ നിന്നും ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി വിസിയും ഫാദർ ജോജി പോൾ SMM തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് മാർച്ച് 23-ാം തീയതി. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ചരിത്രം ഈ ദിനം മറന്നു കാണാം. ഏതായിരുന്നാലും ഇന്നേക്ക് ഒരു വർഷം അപ്പുറം 2025 മാർച്ച് 23-ാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 38 നീണ്ട ദിവസങ്ങൾ ഈ പോളിക്ലിനിക് ജെമല്ലി അഗസ്റ്റിനോ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയതിനു ശേഷം ആശുപത്രിയിൽ തിരികെ വന്ന ദിനം. ഈ ദിവസങ്ങൾ 1.4 ബില്യൺ കത്തോലിക്ക ജനം ലോകം മുഴുവനും അവരോടൊപ്പം തന്നെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമെല്ലാം പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ദിനങ്ങൾ ചെലവഴിക്കുകയായിരുന്നു. ഫെബ്രുവരി 6-ം തീയതിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ബ്രോങ്കൈറ്റിസ് ആണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം കാര്യങ്ങൾ വഷളായതുകൊണ്ട് അദ്ദേഹത്തെ എന്റെ പുറകിൽ കാണുന്ന ജെമലി പോളിക്ലിനിക് ആശുപത്രിയിൽ ഫെബ്രുവരി മാസം 14-ാം തീയതി അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ആ ദിവസങ്ങളിൽ ലോകം മുഴുവനും പരിശുദ്ധ പിതാവിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് വത്തിക്കാൻ സ്ക്വയറിൽ രാവും പകലും ഇല്ലാതെ എല്ലാവരും പ്രത്യേകമായ ജപമാല പ്രാർത്ഥനയും വിശ്വാസികളെല്ലാം തടിച്ചുകൂടി നിന്ന് പരിശുദ്ധ പിതാവിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഞങ്ങളും അവിടെ പോയി പങ്കുചേർന്ന് വലിയ ജനാവലിയോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. ഇങ്ങനെ പ്രാർത്ഥനകൾ ഉയരുന്നതിനിടയ്ക്കാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി 22-ാം തീയതി ആ വാർത്ത പുറത്തു വരുന്നത്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെയധികം ഗൗരവമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മാർപ്പാപ്പ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് എന്നുള്ളൊരു വാർത്ത ജെമല്ലി ആസ്പത്രിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യം കൂടിയും താഴ്ന്നും ഓരോ ദിവസം പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് വത്തിക്കാനിൽ നിന്നും അതുപോലെ തന്നെ ജെമലി ഹോസ്പിറ്റലിൽ നിന്നുമുള്ള പ്രസ് ന്യൂസിൽ ഇപ്രകാരം പറഞ്ഞത്: പോപ്പ് സഫേർഡ് ആൻഡ് ഐസൊലേറ്റഡ് അറ്റാക്ക് ഓഫ് ബ്രോങ്കോസ്പാസം എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വളരെ രൂക്ഷമായിട്ട് മാർപ്പാപ്പയുടെ ആരോഗ്യത്തെ അത് ബാധിച്ചു. അത് ഒരുപക്ഷെ മരണത്തിലേക്ക് തന്നെ എത്താവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഗതികൾ നീങ്ങുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ലോകം മൊത്തം അദ്ദേഹത്തിന്റെ നല്ല ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. എ ടീം ഓഫ് ഡോക്ടേഴ്സ്, ജെമലി ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് എല്ലാം ഒത്തുചേർന്ന് വളരെ രീതിയിൽ വളരെ നിരീക്ഷണത്തോടുകൂടി അദ്ദേഹത്തെ തുടർന്നും ചികിത്സിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി, മാർപ്പാപ്പയുടെ സൗഖ്യത്തിന് വേണ്ടി ഫാദർ ജോജിയോടൊപ്പം ഞങ്ങൾ സാൽവേ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഈ ജെമല്ലി ആസ്പത്രിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രതിമയ്ക്കരികിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ വൈദിക വിദ്യാർത്ഥികളുടെയും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ വിളിച്ചുകൂട്ടുകയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പ്രത്യേകമായ പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ലോകം മൊത്തം ഉയർന്ന പ്രാർത്ഥനകൾക്ക് പരിഹാരം എന്നോളം മാർച്ച് മാസം 6-ം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ശബ്ദ സന്ദേശം വത്തിക്കാൻ സ്ക്വയറിൽ എല്ലാവരെയും കേൾപ്പിക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ആരോഗ്യത്തെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്ന ജനത്തിന് വളരെ പ്രത്യാശയും ആശ്വാസം നൽകുന്ന ഒരു സന്ദേശമായിരുന്നു. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് മാർച്ച് 13-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 12-ാം വാർഷികത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ സമയം ചെലവഴിക്കുമ്പോഴും അദ്ദേഹത്തിലുള്ള സ്നേഹവും കടപ്പാടും പ്രകടിപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി അനേകം പേരാണ് ഇവിടെ കത്തിച്ച മെഴുകുതിരികളുമായി പ്രാർത്ഥനാ നിർഭരായി കാത്തിരുന്നത്. അതിനുശേഷം മാർച്ച് മാസം 16-ാം തീയതി വത്തിക്കാൻ പുറത്തുവിട്ട ചിത്രം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ജെമലി ഹോസ്പിറ്റലിലുള്ള പേപ്പൽ ലോഞ്ചിലുള്ള പരിശുദ്ധ പിതാവിന്റെ പ്രൈവറ്റ് ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിനു ശേഷം അൾത്താരയുടെ മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാനിരതനായി ഇരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം വളരെ ശ്രദ്ധ നേടുന്ന ഒന്നായിരുന്നു. അത് വീണ്ടും വിശ്വാസികൾക്ക് ഒത്തിരിയേറെ ആശ്വാസവും പ്രതീക്ഷയും നൽകി. ഏതായിരുന്നാലും മാർച്ച് 22-ാം തീയതി
എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു എന്ന വണ്ണം വത്തിക്കാനിൽ നിന്നും അതോടൊപ്പം തന്നെ ജെമല്ലി ആസ്പത്രിയിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരികയാണ്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടുവാൻ പോവുകയാണ്. മാർച്ച് 22-ന് ഈ വാർത്ത ഔദ്യോഗികമായി പുറത്തേക്ക് വരുമ്പോൾ ലോകം മുഴുവനും സന്തോഷത്തിന്റെ ആനന്ദ തിരകൾ അലതല്ലുന്നുണ്ടായിരുന്നു. ഈ സന്തോഷ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ബഹുമാനപ്പെട്ട ജോബി അച്ഛനോടുകൂടെ ഞാനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 38 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം പരിശുദ്ധ പിതാവ് വീണ്ടും ആരോഗ്യവാനായി തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യചിഹ്നം എല്ലാവരുടെ മുമ്പിലുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ 38 ദിവസം റിപ്പോർട്ട് ചെയ്തപ്പോഴും പ്രതീക്ഷയുടെ പ്രാർത്ഥനയൊക്കെ ഒരു സന്ദേശം, ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ തീർച്ചയായിട്ടും 38 ദിവസത്തിന് ശേഷം മാർച്ച് 23-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പുറകിൽ കാണുന്ന ജനാലിലൂടെ വെളിയിൽ വന്ന് ഇവിടെ തടിച്ചുകൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകളെ പുഞ്ചിരിയോടുകൂടി അഭിസംബോധന ചെയ്ത് നന്ദി പറഞ്ഞപ്പോൾ അത് വീണ്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ എല്ലാം, ലോകം മുഴുവന്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ജനാലയിലൂടെ സകലരെയും അഭിസംബോധന ചെയ്യുവാൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി ജോജിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ജനാലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മാർപ്പാപ്പ ആദ്യം പറഞ്ഞൊരു കാര്യം, ഇവിടെ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രതിമയ്ക്കപ്പുറം അരികിലായി അതാ മഞ്ഞ പൂക്കൾ കയ്യിലേന്തിയ ഒരു അമ്മയെ ഞാൻ കാണുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു പറഞ്ഞത്. അത് തീർച്ചയായിട്ടും എല്ലാവരെയും സംബന്ധിച്ച് ഒരു വലിയൊരു അത്ഭുതത്തിന് കാരണം. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ആയിരങ്ങളെ തടിച്ചുകൂടിയപ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. അതിനൊരു കാരണമുണ്ട്. ആയിരക്കണക്കിന് തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾക്ക് നടുവിൽ നിന്ന ഒരു പാവപ്പെട്ട അമ്മച്ചിയെ എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഒബ്സർവ് ചെയ്തത്? കാരണം ആ അമ്മച്ചി, കർമില എന്ന് പറഞ്ഞ ആ അമ്മച്ചി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാവരും പ്രതിദാനം ചെയ്യുന്ന ഒരു സാധാരണ പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ കണ്ണ് എപ്പോഴും പോകുക, ഫ്രാൻസിസ് പാപ്പയുടെ കണ്ണ് പോകുന്നത് പാവപ്പെട്ടവരിലേക്കും സാധാരണക്കാരുടെ ഇടയിലേക്കുമായിരുന്നു. അത് തീർച്ചും അവസാന നിമിഷവും ആശുപത്രിയുടെ പുറത്തു വന്നപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തുകയുണ്ടായി. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലായിരുന്ന ആളുകളിൽ ഈ ജെമല്ലി ആസ്പത്രിയിലും അതോടൊപ്പം തന്നെ വത്തിക്കാൻ സ്ക്വയറിലും 38 ദിവസം മുടങ്ങാതെ രാത്രി പകലെന്നില്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാർത്തകൾ അനുദിനം ഓരോ നിമിഷവും മുടങ്ങാതെ ഗുഡ്നസ് ടെലിവിഷനിലൂടെ ലോകം മുഴുവനും എത്തിക്കുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിസ്ചാർജായി തിരിച്ച് സാന്താ മാർത്തയിലേക്ക് പോയതിനു ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഏപ്രിൽ 21-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പച്ചക്കെടാതെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഇന്ന് മാർച്ച് 23-ാം തീയതി ലോകം മുഴുവനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആസ്പത്രിയിൽ തിരിച്ചു വന്ന ദിവസത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു ദിനം കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഈ വാർത്ത നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് തേടാം. ഒപ്പം ഇപ്പോഴുള്ള ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജെമല്ലി ആസ്പത്രിയിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഗുഡ്നസ് ടെലിവിഷന്റെ യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.